ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നമ്മള് ഇപ്പോ അങ്കമാലി എയർപോർട്ടിന്റെ അടുത്ത് നമ്മുടെ കിച്ചണും പാർട്ടീഷനും പ്രെയർ യൂണിറ്റ് വാർഡ്രോബ്സ് ഇതെല്ലാം ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതാണ് നമ്മൾ ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ ടി വി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സോഫ ഇടാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഇവിടുത്തെ ക്ലയന്റിനോട് സംസാരിക്കും, പാർട്ടീഷനിൽ നമ്മൾ ടി വി യൂണിറ്റ് ആക്കുക ചെയ്ത്. അപ്പൊ നമുക്ക് ഇപ്പോ ലിവിംഗിൽ ഇരിക്കുമ്പോഴും കാണാം, ഡൈനിങ്ങിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ടി വി റൊട്ടേറ്റ് ചെയ്തിട്ട് ഡൈനിങ് ഇരിക്കുമ്പോഴും നമുക്ക് ടി വി കാണാവുന്ന രീതിയിലാണ് ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. സൈഡിൽ നമ്മൾ ഓപ്പൺ ട്രാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും പോട്ട്, കളർഫുൾ ആയിട്ടുള്ള പോട്ട് അതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള. പിന്നെ മേളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡില് കർവ് എടുത്തിരിക്കുകയാണ്, ഡിസൈനിൽ CNC കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ടീഷനിൽ വരുന്നത്. ഇത് ടി വി യൂണിറ്റിന്റെ സെറ്റ് ബോക്സും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വരും. ദെൻ ഇവിടെ ടി വി വരുന്നത്, ടിവിയുടെ പ്ലഗ് പോയിന്റ് ആണിത്. അതിന് വയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയർ ജസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതുപോലുള്ള സ്പോട്ട് ലൈറ്റിനുള്ള വയർ പോയിന്റും ഇട്ടിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻസ് വരുമ്പോഴാണ് ബാക്കി അത് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പ്രെയർ യൂണിറ്റ് വരുന്നത്. പ്രെയർ യൂണിറ്റ് സെന്ററിലാണ് ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ക്ലയന്റ്. അപ്പൊ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് വിട്ടിട്ട് അപ്പുറം ഇപ്പുറം ഉള്ള ചെറിയ ചെറിയ ഇത് വെക്കാനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് ഭിത്തിയിടത്തുള്ള കട്ടിങ് ആണ്. കട്ടിങ് വൃത്തികേടില്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോ അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ ഒരു ഷോ കേസ് ആയിരുന്നു. പിന്നെ ലിവിംഗ് ഡൈനിങ് വാഷ് കൗണ്ടർ ആണ് വരുന്നത്. ആ വാഷ് കൗണ്ടറിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ കൊടുത്തേക്കണ പോലെ PVC ലൂറാണ് കൊടുത്തിരിക്കുന്നത് ഭിത്തിയില്. പിന്നെ വൈറ്റ് കളർ വാഷ് ബേസിൻ ആണ്. താഴെ ഒരു കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റൂമിൽ നമ്മൾ 2 ഡോർ വാർഡ്രോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും ബാത്റൂമിനകത്തും നമ്മൾ എന്താ പറയാ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ കാണുമ്പോൾ അതൊരു 3 ഡോർ വാർഡ്രോബ്സ് ആണ്. ഇത് മെറീനോടെ ലാമിനേറ്റിൽ ഹൈ ഗ്ലോസി വുഡ് ഗ്രെയിൻസ് ആണ്. ഹൈ ഗ്ലോസി ഫിനിഷ് ആണ്, MR+ എന്ന് പറയും. അപ്പൊ അതിന്റെ വുഡ് ഗ്രെയിൻസ് തന്നെ ഗ്ലോസി ആണ്. ദെൻ അവിടുന്ന് വരുമ്പോഴത്തേക്ക് നേരെ ഇപ്പുറത്തെ എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു ഫുൾ സിൽവർ കളറിലാണ്. അതായത് മെറീനോയില് സിൽവർ ഗ്രേ എന്ന് പറയുന്ന ലാമിനേറ്റ് ഹൈ ഗ്ലോസി MR+ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജ് വരുന്നതാണ്. ഫ്രിഡ്ജിന്റെ സൈഡിൽ ഡബിൾ ഡോർ ലിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ വെക്കാനായിട്ടുള്ള ചെറിയൊരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ ആയിരുന്നു. അപ്പൊ ആ വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ WBCയിൽ തന്നെയാണ് വിൻഡോയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ റൈറ്റ് സൈഡും ഇതുപോലുള്ള സ്പൈസസ് വെക്കാനുള്ള ഓപ്പൺ ട്രാക്ക്, പിന്നെ ഒരു GTBT ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേറെ പ്രൊവിഷൻ നമുക്കില്ലായിരുന്നു. ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലിഫ്റ്റ് അപ്പ് ഡോർ കൊടുത്തിട്ട് മൈക്രോവേവ് വെക്കണമെന്ന് സ്പേസ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു തോന്നിയ ഐഡിയ ആണ് ഈ ഒരു കോർണറിൽ നമുക്ക് മൈക്രോവേവ് വെക്കാന്നുള്ള രീതിയിൽ. അപ്പൊ സിങ്ക് ഇവിടെ വരും, ഇവിടെ മൈക്രോവേവ്, അതിന്റെ ലിഫ്റ്റ് അപ്പ് ഡോർ, ദെൻ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ്. ഇതിന്റെ താഴെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പോലെ വേസ്റ്റ് ബിന്നും ഡിറ്റർജന്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഫോൾഡബിൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് പൊതുവെ എല്ലാ കിച്ചണിലും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ കട്ടിങ്ങോ ചോപ്പിങ്ങോ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഫോൾഡബിൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. അതുപോലെ തന്നെ ഈ റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് 2 ഡോർ വാർഡ്രോബ്സ് ആണ് വന്നിരിക്കുന്നത്. ആ 2 ഡോർ വാർഡ്രോബ്സ് വിത്ത് ഡ്രസ്സിംഗ് ആണ്. ഇപ്രാവശ്യം നമ്മൾ ഡ്രസ്സിങ്ങിന്റെ പുറകിലും PVC ലൂവർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. ദെൻ ഇതിനകത്ത് ഹാങ്ങർ, ഇവിടെ ഫുള്ള് പാർട്ടീഷൻ, ഒരു ഡ്രോ, ഇത്രയും സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇനി എന്റെ വീഡിയോകളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.